Hi dears, welcome back to our family. ഇത് കാശി ഡ്രൈവർ, ഞാനല്ല ഇപ്പം ഡ്രൈവർ, കാശി. എന്താപ്പ ഇത്? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഗോഗു വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് റെസ്റ്റ് ഉണ്ടാവില്ല. ഞങ്ങൾ ഞങ്ങൾക്ക് കറക്കമായിരിക്കും. സോ നിങ്ങൾ അൺബോക്സിങ് കണ്ട് മടുക്കുന്നത് കുറയും എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി ഇൻഫോം ചെയ്ത കാര്യമാണ്. സോ ഇപ്പോഴത്തെ രാത്രി 10 മണിയായിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ബീച്ചിൽ കറങ്ങാൻ പോവാണ്. കാശിയാണ് ദേണ്ട, ജിത്തുക്കുട്ടനുണ്ട്, ചേട്ടത്തിണ്ട്, ജാനിയുണ്ട്, ശരണീച്ചുണ്ട്, ദേവിയല്ലേ, ഇപ്പൊ എല്ലാവരും ഉണ്ട്. ഞങ്ങള് ബീച്ചിൽ പോകാൻ പോവാണ്. ബീച്ചിൽ പോകാന്നല്ലേടാ ഗോഗു കരുതുന്നത്? ചുമ്മാ നമ്മൾ ഭയങ്കര പൊന്മുടി പോയാലോ? പൊന്മുടി പോയി അയ്യോ അതെ അതെ, ചിഞ്ചോണം വരും. അതുകൊണ്ട് അങ്ങനെ ശരണേച്ചിന്റെ ഭർത്താവ് ദൂരയാത്രക്ക് പോകട്ടോ. ദേവി ഇതുവരെ വന്നില്ല. അവള് ഞങ്ങളെക്കായി മുമ്പ് ഒരുങ്ങിയിരുന്നവളാണ്. അവളെ ഇപ്പൊ കാണുന്നില്ല. പിള്ളേരും കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ പോവാൻ ഇറങ്ങിയിരിക്കുകയാണ്. സോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഗോകുമാമ കൊണ്ടു കൊടുത്ത വാച്ചാണ് കേട്ടോ. ജിത്തുമോൻ അല്ലേ? ജിത്തുമോനെ കണ്ടാ കാണാമോ നിങ്ങക്ക്? ആ, ഇത് ഞാൻ വാങ്ങി തന്ന ഉടുപ്പല്ലേ? ജാനിമോൾ ഇട്ടേക്കുന്നത് ഗോകുമാമ കൊണ്ടുവന്ന ഉടുപ്പ. അപ്പം ഗൈസ് നമുക്കെല്ലാവർക്കും ട്രിപ്പ് പോവാം. എവിടെ പോകുന്നത്? എങ്ങോട്ടും പോകും, എവിടെയൊക്കെ തെണ്ടിത്തിരിച്ചിട്ട് വരുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഫുൾ ലോകമായിട്ട് കാണിച്ചു തരാം. ആണ്ട ദേവി ഒരു ഹായ്. അങ്ങോട്ട് ഇട്ട് നിറച്ചിനല്ലോ. ശരി എന്നാ, ശരി എന്നാ, അപ്പൊ ശരി, ടാറ്റാ. ആദ്യമേ ഒന്നും പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സത്യത്തിൽ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഗോകു നാട്ടിൽ വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഏകദേശം എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് ഒരു 7-8 കാശി ബേബിയുടെ ബർത്ത്ഡേക്ക് മുന്നത്തെ ദിവസം ഞങ്ങൾ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇന്ന് എൻ്റെ സ്കാനിങ് ഡേ ആയിരുന്നു. സോ കുറച്ച് ടയേർഡാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ വേറൊരു ദിവസത്തെ വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ ഇത് ഡ്രാഫ്റ്റിൽ കിടന്നപ്പോൾ ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഞങ്ങൾ അന്നത്തെ ദിവസം ബീച്ചിൽ പോകാനായിട്ട് ഇറങ്ങിയാണ്. പക്ഷേ ഞങ്ങൾ പോയത് അസാഡോ എന്ന് പറഞ്ഞിട്ട് കൊല്ലത്തുള്ള അസാഡോ എന്ന് തന്നെയാണെന്ന് തോന്നുന്നു. കൊല്ലത്തുള്ള റെസ്റ്റോറൻറ്റിലാണ്. ഞാൻ പറഞ്ഞത് എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലത്ത് ഷെഫ് പിള്ളയുടെ പുതിയ റെസ്റ്റോറൻറ്റ് വന്നിരിക്കുന്നത്. അതിന് തൊട്ട് താഴത്തുള്ള റെസ്റ്റോറൻറ്റുകളാണ്. കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട് കേട്ടോ. നല്ല രസമാണ്. നമ്മളൊരു യങ്സ്റ്റേഴ്സിനൊക്കെ വന്നിരുന്നിട്ട് എൻജോയ് ചെയ്യാനും ചില്ല് ചെയ്യാനും ഒക്കെ പറ്റിയ സ്പോട്ടാണ്. രാത്രിയിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 12 മണി വരെ ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ അന്ന് പോയിട്ടുണ്ടായിരുന്ന ഒരു 11:30-12 ആ ഒരു ടൈമിൽ തന്നെയായിരുന്നു എന്ന് തോന്നുന്നു ഞങ്ങളന്ന് പോയിട്ടുണ്ടായിരുന്നത്. സത്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് മറന്നുപോയി. കാണാനൊക്കെ നല്ല വൈബാണ്. അത് നൈറ്റ് തന്നെ പോകണം കേട്ടോ. പകൽ ഞാൻ പോയിട്ടില്ല. നൈറ്റ് പോയപ്പോൾ നല്ല രസമായിരുന്നു. ഞങ്ങൾ പിന്നെയും പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി നെക്സ്റ്റ് ടൈം ഗോകു വരുമ്പോൾ എന്തായാലും അവിടെ പോകണം. അവിടുത്തെ ഒരു വെള്ളച്ചാട്ടം പോലൊരു സംഭവം അവർ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. പിന്നെ നിറയെ ട്രീസാണ്. ഞാൻ പറയട്ടെ, ഇത് എനിക്ക് തോന്നുന്നു പണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലദർശിനി എന്ന് പറയുന്നൊരു ഓഡിറ്റോറിയം ആയിരുന്നു. ഇപ്പോഴത്തെ ഷെഫ് പിള്ളയുടെ ആ ഒരു ഇതുള്ളത്, ആ റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ അതുള്ളത് ഇപ്പോഴത്തേത് പണ്ടത്തെ ജലദർശിനി എന്ന് പറയുന്ന ഓഡിറ്റോറിയം ആയിരുന്നു. അത് അവർ റെസ്റ്റോറൻ്റ് ആക്കിയേക്കാണ്. അന്നും ഇതേ കണക്ക് തന്നെയാണ്. കായലിൻ്റെ സൈഡാണ്, നമ്മുടെ അഷ്ടമുടി കായലിൻ്റെ സൈഡിലായിട്ടാണ് വരുന്നത്. തൊട്ടക്കരയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതാണ് പള്ളി കാണാൻ പറ്റും. അതേ കൂട്ടിയിട്ട് ഇവിടെ ചായയ്ക്ക് ഒരു സെക്ഷനുണ്ട്, ഡ്രിങ്ക്സിന് ഒരു സെക്ഷനുണ്ട്. പിന്നെ നമ്മളൊരു ബാറിലൊക്കെ പോയിരിക്കുമല്ലോ, ആ ഒരു ഫെസിലിറ്റീസാണ് എനിക്ക് തോന്നിയത്. ബാറുണ്ടോ അവിടെ? ഉണ്ട്. ഉണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്ന ടൈമിൽ ഷെഫ് പിള്ളയുടെ ആ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. സോ അവിടെ ബാറായിരുന്നു അന്ന് ഞങ്ങൾ ചെല്ലുന്നതിൻ്റെ ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നത്. പിന്നെയാണ് അത് ചേഞ്ച് ചെയ്തത്. നമ്മൾ വർക്കല ബീച്ചിലൊക്കെ പോയിട്ടിരിക്കുമല്ലോ, അങ്ങനെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്.
നല്ല രസമാണ് കാണാൻ, ഒരുപാട് കാഴ്ചകളുണ്ട്. കുട്ടികളൊക്കെ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുക്കുക, അവർക്ക് എൻജോയ് ചെയ്യാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ പണ്ടത്തെ പത്മിനിയാണോ എന്താ കാരണം പറയുന്നത്, അംബാസിഡർ അല്ലല്ലോ, എന്തായാലും ആ കാറുകളൊക്കെ കിടപ്പുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് യങ്സ്റ്റേഴ്സിനൊക്കെ പോയി ഇരുന്ന് ചില്ല് ചെയ്യാം. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ, ഞാൻ പോയപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ്. പിന്നെ കൊല്ലത്തൊക്കെ ഉള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നൈറ്റ് വൈബ് എൻജോയ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്പോട്ടാണ്. അതുപോലെ തന്നെ ഇവർ ബർത്ത്ഡേ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എൻ്റെ സിസ്റ്ററിൻ്റെ, അതായത് എൻ്റെ സ്വന്തം അനിയത്തിയല്ല, എൻ്റെ കുഞ്ഞമ്മയുടെ മോളുടെ ഒരു ബർത്ത്ഡേ ഫങ്ഷൻ ഇവിടെ വെച്ചിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് പോകാൻ പറ്റില്ല, ഞാൻ ദുബായിലായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ ആ സമയത്ത്. അതെ, ഞാൻ ദുബായിലായിരുന്നു, അതുകൊണ്ടിട്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഓർഡർ കൊടുക്കും, നമുക്ക് ഫുഡ് ഐറ്റംസ് എല്ലാം ഒരുവിധം എല്ലാം അവൈലബിൾ ആണ്. ജ്യൂസസ് ഉണ്ട്. ഞങ്ങൾ അന്ന് വീട്ടിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടിട്ട് എനിക്ക് തോന്നുന്നു അന്ന് ബർഗറും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസും ആയിരുന്നു കേട്ടോ പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് കാശി ബേബി ഉറക്കി ഞാനവിടെ ആ ഒരു ബെഞ്ചിൽ കിടത്തി. സെറ്റ് പോലൊരു ബെഞ്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എൻ്റെ ഡ്രസ്സ് വെച്ച് എന്നെ പൊതച്ച് കൊടുത്താണ് കേട്ടോ. ജാനിമോളുണ്ടായിരുന്നു, ജിത്തുകുട്ടനുണ്ടായിരുന്നു, കാശിയായിരുന്നു ഇച്ചിക്കൂടെ ചെറുതാണ്, 1 year ആകുന്നതേ ഉള്ളായിരുന്നല്ലോ. സോ രാത്രി ആയപ്പോൾ തന്നെ, സമയമായപ്പോൾ തന്നെ ഉറക്കമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കായലിൻ്റെ സൈഡിലൊക്കെ പോയിരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഫാമിലിയൊക്കെ ആയിട്ടായാലും ഫ്രണ്ട്സൊക്കെ ആയിട്ടായാലും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ്. അതേപോലെ തന്നെ ഫുഡും നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഇത് കണക്ക് വഞ്ചിക്കകത്ത് മീൻ പിടിക്കാൻ പോണത് കാണാൻ പറ്റും. അവർ ടോർച്ച് അടിച്ചിട്ട് മീനെ നോക്കി കക്ക വാരാനും മീൻ പിടിക്കാനും ഒക്കെ ഇറങ്ങുന്ന സമയമായിരുന്നു കേട്ടോ അന്നേരം. ഞങ്ങളെല്ലാവരും കൂടെ അത് നോക്കി നിൽക്കുമായിരുന്നു. ഞാൻ ഈ പറഞ്ഞ കണക്ക് ഒരു നൈറ്റ് പോയി ഇരുന്ന് എൻജോയ് ചെയ്ത് വൈബൊക്കെ കണ്ട് ആസ്വദിക്കാനൊക്കെ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ്. പിന്നെ ഭയങ്കര അത്യാവശ്യം പീസ്ഫുള്ളാണ്, നമുക്കൊരു പ്രൈവസിയൊക്കെ കിട്ടുന്ന തരത്തിലുള്ള സ്പോട്ടാണ്. സത്യത്തിൽ ഞാൻ നന്നായിട്ട് ടയേർഡാണ് കേട്ടോ. കാര്യം ഞാൻ രാവിലെ 11 മണിക്ക് പോയതാണ്. ഇപ്പോൾ സമയം സത്യത്തിൽ 6:30 ആയിട്ടുണ്ട്. ഇപ്പോഴാണ് ഞങ്ങൾ എത്തുന്നത്. പിന്നെ ഫുഡൊക്കെ വന്നു. ഞാനൊരു ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ. ഒരെണ്ണേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില്ലി ചിക്കനും നല്ലതായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ജ്യൂസ് ആയാലും നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് ഞാൻ പിന്നെയും പറയാണ്, പ്രൊമോഷൻ വീഡിയോ അല്ല. പോയിട്ടിപ്പോൾ ഏകദേശം 4 മാസത്തോളം ആയി. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു റെസ്റ്റോറൻ്റാണ്. പക്ഷേ പിന്നെ എപ്പോഴും പോകാമെന്ന് വിചാരിച്ചാലും ഇതുവരെ നടന്നിട്ടില്ല. ഇതിനിടയ്ക്ക് കാശി ബീബി ഉറക്കം എഴുന്നേറ്റു. ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുകയാണ്. ഞങ്ങൾ പിന്നെ സത്യത്തിൽ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകാനായിട്ടില്ല ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ ബീച്ചിൽ പോകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോകാം എന്നും പറഞ്ഞിട്ട് ഇറങ്ങിയാണ് കേട്ടോ. അന്നേരമാണ് ദേവി ഇങ്ങനെ പറഞ്ഞത്, ഇതുപോലെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞത്. ഞാൻ ഇതുവരെ പോയിട്ടില്ലാത്തത് കൊണ്ടിട്ട് എന്തായാലും ഒന്ന് പോകാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിട്ട് ഓടിപ്പോയതാണ്. പക്ഷേ നമുക്ക് നഷ്ടമൊന്നുമില്ലായിരുന്നു കേട്ടോ. ഭയങ്കര റേറ്റും ഒന്നുമില്ല. ബർഗറിന് എന്തോ 130 എന്തോ, ഞങ്ങൾ എന്തോ സ്പെഷ്യൽ ബർഗറായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടിട്ട് അല്ലാണ്ടിട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരു നോർമൽ റേറ്റ് ആയിരുന്നു. ഒരു 12:30 ആയപ്പോഴത്തേന് ഫുള്ളെല്ലാം ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. 12 മണി വരെ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്ത് ഈ ഒരു സ്പോട്ട് അധികം ആർക്കും അറിയത്തുമില്ല, ഇത്ര ടൈം വരെ ഉണ്ടെന്ന്. സത്യത്തിൽ കൊല്ലത്ത് ഈ എറണാകുളം അങ്ങനെ ബീച്ചിൽ പോകാൻ ഇറങ്ങി ഞങ്ങൾ എവിടെയാണ് ഇത്, അസാഡോ ഇല്ലടാ പോ. ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ കൊല്ലത്തുള്ള. അവിടെ വന്നതാണ്. നമ്മുടെ തേവള്ളി പാലം അവിടെ വരുമ്പോൾ സ്ഥിരം കാണാറുണ്ട് ഇങ്ങനൊരു റിസോർട്ടില്ല റെസ്റ്റോറൻ്റ് ഉള്ളത്. ബട്ട് ഇതുവരെ ഞാൻ കയറിയിട്ടില്ല. ദേവി അനിയത്തിയുടെ എനിക്ക് ഒരു ബർത്ത്ഡേ ഫങ്ഷൻ വന്നിട്ടുണ്ട്. ഗോഗു ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാര്യം ഇവിടെ ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. പക്ഷെ പോയില്ലേ നഷ്ടമായി. അല്ലേ ഗോഗു? നല്ല വൈബല്ലേ, നല്ലൊരു സ്ഥലം കാണാൻ പറ്റി. നമ്മൾ ഒരു ഗോവ ഒരു വർക്കലേക്ക് പോകണമെന്നൊരു ഫീലൊക്കെ ഉണ്ട്. വർക്കലേക്ക് ആകുമ്പോൾ നമ്മൾ കടൽ കണ്ടുകൊണ്ടിരിക്കും, ഇവിടെ കായൽ കണ്ടുകൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ തിരിച്ചു തന്നിട്ട് പറയാം.